അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്കായി നിയോഗിക്കപ്പെട്ട വിദഗ്ധ സമിതിയിൽ നിന്ന് കേരളത്തിന് പ്രതിനിധിയെ സംസ്ഥാന സർക്കാരിനെ പോലും അറിയിക്കാതെ ഏകപക്ഷീയമായി മാറ്റിയ നടപടി അതീവ ദുരൂഹമാണ്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനുള്ള കേരള സർക്കാരിന്റെ ആവശ്യവും അവകാശവും നിഷേധിക്കുന്ന കേന്ദ്ര സമീപനത്തിൽ മുല്ലപ്പെരിയാർ ഏകോപന സമിതി ശക്തമായി പ്രതിഷേധിക്കുകയും സമൂഹത്തിന്റെ ആഴമേറിയ ആശങ്ക അറിയിക്കുകയും ചെയ്യുന്നതായി സമിതി ജനറൽ കോർഡിനേറ്റർ സാബു ജോസ് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ കേരള മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണം. തമിഴ്നാട് സർക്കാരുമായും കേന്ദ്ര സർക്കാരുമായും സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കാലോചിതമായ പഠനങ്ങൾ മുൻനിർത്തിയുള്ള ചർച്ചകൾ നടത്താൻ മുഖ്യമന്ത്രി മുൻകൈ എടുക്കേണ്ടതുണ്ട്. ശാസ്ത്രീയവും വ്യക്തവുമായ പഠനരേഖകൾ സർക്കാരിന് നൽകുവാൻ മുല്ലപ്പെരിയാർ ഏകോപന സമിതി പൂർണ്ണ സജ്ജമാണ്. മുഖ്യമന്ത്രിക്ക് മുൻപ് സമർപ്പിച്ച നിവേദനത്തിൽ ഇത് സംബന്ധിച്ച എല്ലാ വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും ഗൗരവമേറിയ വിഷയമായിട്ടും കേരള സർക്കാർ തങ്ങളുടെ ബജറ്റിൽ മുല്ലപ്പെരിയാർ വിഷയം പരാമർശിക്കേണ്ടതായിരുന്നുവെന്നും അത് ചെയ്യാത്തത് കടുത്ത ഖേദകരമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ദേശീയ ജല കമ്മീഷന്റെയും സുപ്രീം കോടതിയുടെയും നിർദ്ദേശപ്രകാരം നടക്കുന്ന ഈ സുരക്ഷാ പരിശോധനയിൽ കേരളത്തിന്റെ വിശ്വസ്തനായ സാങ്കേതിക വിദഗ്ധനെ മാറ്റി നിർത്തുന്നത് ജനങ്ങളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. 50 ലക്ഷം ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി കേരളത്തിന്റെ താൽപര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുന്ന രീതിയിൽ വിദഗ്ധ സമിതി പുനഃസംഘടിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ മധ്യകേരളത്തിലെ വിവിധ സാമൂഹികക്ഷേമ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.